ഹായ് ഫ്രണ്ട്സ്, മീരൂസ് മീഡിയ ടെക്കിലേക്ക് ഏവർക്കും സ്വാഗതം. കേരളത്തിൻ്റെ തനതായ ദൃശ്യകലാരൂപമാണല്ലോ കഥകളി. കഥകളിയിലെ കഥാപാത്രങ്ങൾ പ്രധാനമായും പച്ച, കത്തി, കരി, താടി, മിനുക്ക് എന്നിവയാണല്ലോ. കഥകളിയിലെ വിവിധ വേഷങ്ങളെക്കുറിച്ച് നമുക്ക് പരിചയപ്പെടാം. പച്ച വേഷം നല്ല സ്വഭാവമുള്ള കഥാപാത്രങ്ങളെയാണ് കാണിക്കുന്നത്. കൃഷ്ണൻ, രാമൻ, നളൻ, അർജുനൻ, ഭീമസേനൻ തുടങ്ങിയവർക്കെല്ലാം പച്ച വേഷമാണ് നൽകാറുള്ളത്. അടുത്തത് കത്തി വേഷത്തെക്കുറിച്ചാണ്. തിന്മ കലർന്ന കഥാപാത്രങ്ങളെയാണ് കത്തിവേഷം പ്രതിനിധീകരിക്കുന്നത്. ദുര്യോധനൻ, രാവണൻ, കീചകൻ തുടങ്ങിയ കഥാപാത്രങ്ങൾക്കെല്ലാം കത്തിവേഷമാണ് ഉണ്ടാവുക. അടുത്തത് താടി വേഷം 3 തരമുണ്ട്. ചുവന്ന താടി, വെള്ളത്താടി, കറുത്ത താടി. വെള്ളത്താടി നല്ല ഗുണമുള്ള കഥാപാത്രങ്ങൾക്കാണ്. അമാനുഷിക ശക്തിയുള്ളവർക്കോ വെള്ളത്താടി ലഭിക്കും. ചുവന്ന താടി ദുഷ്ടകഥാപാത്രങ്ങൾക്കും ക്ഷിപ്രകോപികളായ വനപാലകന്മാർക്കും കൊടുക്കും. ഭഗൻ, ശിശുപാലൻ തുടങ്ങിയവർക്ക് ചുവന്ന താടിയും ഹനുമാന് വെള്ളത്താടിയുമാണ്. വേടന്മാരും നായാട്ടുകാരുമായ കഥാപാത്രങ്ങളെ സൂചിപ്പിക്കുന്ന വേഷമാണ് കറുത്ത താടി. അടുത്തത് കരി. ക്രൂര സ്വഭാവമുള്ള കഥാപാത്രങ്ങൾക്കാണ് കരിവേഷമുണ്ടാവുക. കാട്ടാളൻ, ശൂർപ്പണഖ തുടങ്ങിയവർ കരിവേഷക്കാരാണ്. കഥകളിയിലെ 5 വേഷങ്ങളിൽ ഒന്നാണ് മിനുക്ക്. സ്ത്രീകളെയും ഋഷിമാരെയും പ്രതിനിധീകരിക്കാൻ ഇത് ഉപയോഗിക്കുന്നു. പരമ്പരാഗതമായി കഥകളി പ്രധാനമായും പുരുഷ പ്രകടനമാണ്. സ്ത്രീ കഥാപാത്രങ്ങളും പുരുഷന്മാരാണ് അവതരിപ്പിക്കുന്നത്. ഈ വേഷം സൗമ്യതയെയും ഉയർന്ന ആത്മീയ നിലയെയും പ്രതിനിധീകരിക്കാൻ ഉപയോഗിക്കുന്നു. കഥകളിയിലെ വിവിധ വേഷങ്ങളെക്കുറിച്ച് ഏവർക്കും മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു.